തോന്നുക ഏതാണ്ടൊക്കെ ആയെന്ന്. ഈ ചിലര് കൈ കൊടുക്കുകയല്ലോ. നമ്മളിനി അങ്ങോട്ട് ചെന്നാലും ആ കൈ തരുന്നതൊക്കെ ഇങ്ങനെ രണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം പഴുത്തിരിക്കുകയല്ലേ. ചീർക്കുന്നോണ്ടാ. ചില ആദ്യം കണ്ടാൽ മിണ്ടുകയല്ലോ. നമ്മൾ മിണ്ടുവോ ഇല്ലയോ എന്ന് ഒന്നും ശരിയായ നടപടിയല്ല. ആദ്യം കാണുന്നവർ മിണ്ടുക. എന്തുകൊണ്ട് വിശേഷം? അതിലെ എൻ്റെ മര്യാദ. ചില ഇങ്ങനെ കണ്ടേച്ച് പമ്മി ഇവിടെ നിൽക്കും, എന്നെ വിളിക്കുവോ ഇല്ലയോ എന്ന്. അങ്ങനെയുള്ള കേസുകളൊന്നും രക്ഷപ്പെടുന്ന കേസല്ല. ആദ്യം കാണുന്നവർ അച്ഛാ എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, സ്തോത്രം. ചുമ്മാ ഇരുന്ന് ചീർക്കരുത്. നമ്മൾ ഏതാണ്ടൊക്കെ ആയെന്ന്. നമ്മളൊന്നും ആയിട്ടില്ലെന്നുള്ളതാ സത്യം. സ്തോത്രം. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ അങ്ങ് ഈ ഈർഷ്യയൊക്കെ ഇരിക്കുന്നുണ്ടായി ചീർപ്പേ. 4-ാം അധ്യായത്തിൽ ചീർക്കുന്നു, ചുമ്മാ ഇരുന്നങ്ങ് ചീർക്കുന്നു. 5-ാം അധ്യായത്തില് ഈ ചീർപ്പും പിണക്കവും പകയും പക്ഷവും എല്ലാം ഇരിക്കുന്നതുകൊണ്ട് വഴിവിട്ട് ജീവിക്കുന്നു. 5 അത് പൊതുവെ പ്രസ്താവിക്കുന്നില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാടില്ല. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? 6-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പ്രശ്നം വന്നപ്പോൾ വ്യവഹാരത്തിന് കോടതി തേടി പോകുന്നു. വക്കീലിന് കാശ് കൊടുക്കുന്നു. സ്വത്രകാഴ്ച എടുത്താ വക്കീലിന് കൊടുക്കുന്നേ. പാടത്ത് പണിയെടുക്കുന്നവരെ, റബ്ബർ വെട്ടുന്നവരെ, റോഡ് പണിക്ക് പോകുന്നവരെ, അടുക്കള പണി ചെയ്യുന്നവരെ, അത് മോശമല്ല, നല്ല പണിയാ. ചില ആൾക്കാർ ധരിച്ചേക്കുന്നത് ഈ ജോലിയൊക്കെ മോശമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. നീ അയലത്തൊരു വീട്ടിൽ പോയി അടുക്കളപ്പണി ചെയ്യുന്നെങ്കിൽ ഏറ്റവും മാന്യമായ ജോലിയാ. കാശുള്ള വീട്ടിലെ അമ്മാമേക്കാളും വളരെ മാന്യമായ സഹോദരിയാ അടുക്കളപ്പണി ചെയ്യുന്ന സഹോദരി. കാരണം കാശുള്ള വീട്ടിലെ അമ്മാമ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരുന്നെങ്കിൽ തിന്നുകയല്ലേ. മനസ്സിലാകുന്നില്ല. ചില കണ്ടിട്ടില്ലേ, കുഴപ്പമൊന്നുമില്ലെങ്കിലും ഒരു ജോലിയും ചെയ്യത്തില്ല. സ്വന്തം വീട് തൂത്തുവാരുകയില്ല, അതിനും അപ്പുറം തങ്ക വരണം. തുണി കഴുകാനും ഒരു ജോലിയും ചെയ്യാത്ത സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വയ്യാത്തവരും അസുഖമുള്ളവരുണ്ട്, അവരുടെ കാര്യമല്ല. ചിലക്ക് പിന്നെ എന്നും അങ്ങ് അസുഖമാണ്, ഉവ്വാവാ, എന്നും അങ്ങ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിലൊക്കെ എന്ത് ശ്രേഷ്ഠമാ ജോലി ചെയ്യുന്നവര്. സ്തോത്രം. അപ്പൊ അങ്ങനെയൊക്കെ ദൈവമക്കളിൽ ജോലി ചെയ്ത് കിട്ടുന്നതിന്റെ ഒരു വിഹിതമാണ് സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നത്. അതെടുത്ത് വ്യവഹാരത്തിന് കോടതിയും കേസുമായിട്ട് നടക്കരുതെന്നാ പറഞ്ഞതിന്റെ വേറൊരു ആശയം. ദൈവമക്കൾ തരുന്ന കാശും ഇപ്പൊ അമേരിക്ക നാന്തിനും പേർഷ്യ നാന്തിനും ചുമ്മാ ഒന്നും കാശ് കിട്ടത്തില്ല. അവര് കഷ്ടപ്പെട്ട്, വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് കിട്ടുന്നതിന്റെ അതുങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ഭാര്യയും ഭർത്താവും കൂടെ, ഭർത്താവ് കാറെല്ലാം കൊണ്ട് ഇറങ്ങിയപ്പോൾ ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹായ് പോയി, ഇതേ ഉള്ളൂ. പിന്നെ എല്ലാം മൊബൈലിൽ കൂടാ എല്ലാം അങ്ങോട്ട്. എന്തുകൊണ്ട് വിശേഷം? ഭർത്താവ് ഭാര്യയോട്. പിന്നെ ഭാര്യ ഒന്നുമില്ല വിശേഷം. എപ്പോ പോകും അടുത്ത ഡ്യൂട്ടിക്ക്? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളരെ ബന്ധപ്പെട്ട് ചിലരവരുടെ കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഴപ്പടികളുമുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ദൈവദാസന്മാരാകുന്ന ഞങ്ങളും സഭയുടെ ചുമതലപ്പെട്ടവരൊക്കെ ചെല്ലുമ്പോൾ അതിൽ നിന്നൊരു വിഹിതമായി തരുന്നത്, അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കേസും കോടതിയും അടിപിടി അനാവശ്യത്തിന് ആക്കുകയാണെങ്കിൽ സൂക്ഷം അടിമേടിച്ച് കിട്ടും. ആട്ടെ, ഞാനത് വിവരിക്കുന്നില്ല. 6-ാം അധ്യായം. നിങ്ങൾക്ക് വ്യവഹാരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനാ പുറത്തെ ആൾക്കാരോട് പോയി പറയുന്നേ? നമ്മൾ ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലേ, ഈ ലോകത്തെ വിധിക്കേണ്ടവരല്ലേ? 1000 ആണ്ട് ഭരണത്തിൽ നമ്മൾ ഓരോ പ്രഭുക്കന്മാരായിട്ട് ഇവിടെ ഭരിക്കേണ്ടതല്ലേ? 5 വിശ്വാസിയെയും 5 കുടുംബത്തെയും ഭരിക്കാത്ത നീ അന്ന് ഒരു ഏരിയ മൊത്തം 1000 ആണ്ട് വായിച്ചേ. സ്വന്തം ഭാര്യയെ ഭരിക്കാൻ കഴിയാത്ത ആളാണോ പഞ്ചായത്ത് ഭരിക്കാൻ നടക്കുന്നേ? മിണ്ടുന്നില്ലല്ലോ. വിശ്വാസത്താൽ രാജ്യമടക്കിയെന്ന പണ്ട് മല്ലപ്പള്ളിയിലെ പൊടുക്കുഞ്ഞപ്പച്ചനാന്ന് തോന്നുന്നു പ്രസംഗം പറഞ്ഞു, എടാ ഭാര്യ അടക്കാൻ മേലാത്തവനാന്നോ രാജ്യത്തെ അടക്കാൻ നടക്കുന്നേ? വീടടക്കാൻ പറ്റുന്നില്ലല്ലോ. 2 പിള്ളേരും ഭാര്യ, അപ്പനും അമ്മയും, അതുങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തവര് എങ്ങനെ രാജ്യം അടക്കുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് പിടിച്ചടക്കുന്നു. ആദ്യം നീ നിന്റെ കുടുംബം പിടിച്ചൊന്ന് നടക്ക്.
എന്നിട്ട് പിന്നെ തിരുവനന്തപുരം അല്ല, ഞങ്ങൾ പുത്തരിങ്കണ്ടം മൈതാനത്തിൽ ചെന്ന് റൗണ്ട് വെച്ച് പ്രാർത്ഥിച്ചു. രാത്രി 2:30. ആരും കാണാഞ്ഞത് ഭാഗ്യം. വീടടക്കാൻ പോലും ഒക്കുന്നില്ല. മിണ്ടുന്നില്ലല്ലോ ആരും. ഞാൻ പെട്ടെന്ന് പൊക്കാളാ ചില കാര്യം കൂടെ പറഞ്ഞു വെച്ച്, നിങ്ങൾ ഭാരപ്പെടുവൊന്നും വേണ്ട. അപ്പൊ ഇവിടെ 6-ാം അധ്യായത്തിൽ വ്യവഹാരം, കേസ്, കോടതി, വഴക്ക്, അത് പാടില്ല. എന്നാൽ നമുക്കെതിരെ കേസ് കൊടുക്കുന്നവർ കാണും. അപ്പൊ കോടതി വിളിച്ചാൽ പോകണം. നിയമത്തിന് നമ്മൾ വിധേയപ്പെട്ടവരാ. നമ്മളായിട്ട് കേസിനും കോടതിക്കും പോകരുത്. ഇപ്പൊ നമ്മുടെ സഭയ്ക്കെതിരെ, നമുക്കെതിരെ ഇതര മതസ്ഥൻ, അക്രൈസ്തവൻ അല്ലെ നിരീശ്വരവാദി മറ്റൊരുത്തൻ കേസ് കൊടുത്താൽ ബഹുമാനപ്പെട്ട കോടതി നമ്മളെ വിളിച്ചാൽ നമ്മൾ പോണം. സത്യസന്ധത നമ്മൾ വെളിപ്പെടുത്തണം. വിധിക്കുന്നതൊക്കെ ദൈവം വിധിക്കട്ടെ. നമ്മളായിട്ടൊരു കേസും കൊണ്ട് പോകരുത്. നമ്മുടെ വ്യവഹാരം മുഴുവൻ നടത്തി തരുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. 6-ാം അധ്യായത്തിലെ വിഷയം. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം. കുടുംബത്തിനകത്തങ്ങ് പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും മാതാപിതാക്കളും എല്ലാം പ്രശ്നങ്ങൾ വിവരിക്കുന്നില്ല. അതിന് പരിഹാരം വരുത്തണം. 8-ാം അധ്യായത്തിൽ വിഗ്രഹ സേവയോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. പൗലോസ് ആരാ? പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? പൗലോസിനെ ആരാ അപ്പോസ്തലനാക്കിയത്? ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ടോ? ആരാ കൈവച്ചത്? എവിടെ വെച്ചാ കൈവച്ച്? ചുമ്മാ ഇരുന്ന് ചപ്പളാത്തി അടിയാ. യവൻ പ്രാർത്ഥിച്ച ഒരു പരുവ് പോലും മാറത്തുമില്ല. ഒരു പനി പോലും ഇന്ന് വരെ. പൗലോസിന്റെ ദേഹത്ത് ഉത്തരീയ റൂമാനും കൊണ്ടിട്ട് അത് രോഗിക്ക് സൗഖ്യമാണ്. ആ പൗലോസിനെതിരെ കയറി കൊമ്പ് കൊടുക്കുക. ആരാണ് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ ഇടയാക്കിയത്? ആരാ കൈവച്ചത്? എവിടെ വെച്ചാ കൈവപ്പ്? കൈവപ്പ് കിട്ടിയവനെല്ലാം ഒരു സ്തോത്രം പോലും പറയാതെ മൂല പമ്മിയിരിക്കുക. സ്തോത്രം. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു 9-ാം അധ്യായത്തിൽ. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 12 വായിച്ച 10-ാം അധ്യായത്തിലേക്ക് വരാം. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഒരു ബുദ്ധി ഉപദേശം നമുക്ക് തരിക. അവിടെ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയോഗം, ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശമാണ്. 11-ാം വാക്യം 11. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഒരു ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ 10-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ഒരു ബുദ്ധി ഉപദേശം തരിക. 6-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുന്ന 6-ാം വാക്യം 10-6. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്തുവായി ദൃഷ്ടാന്തമായി സംഭവിച്ചത്? ഇത് എന്ന് പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യം. മുകളിൽ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 10-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇസ്രായേൽ ചരിത്രം വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുക. ഇസ്രായേലിന്റെ മരുഭൂമിയിലെ പ്രയാണം അത് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുക. 10-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ കണ്ടത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിലെ സമുദ്ര സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ടു. അപ്പോൾ ഇത് 6-ാം വാക്യം പറയാൻ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുക, ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തന്നിരിക്കുക. ആ ബുദ്ധി ഉപദേശമാണ് 12-ാം വാക്യത്ത് പറയുക, താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആരും വീണു പോകരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആരും പട്ടുപോകരുത്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, വീഴാതെ നിൽക്കുവാൻ നീ എന്നാത്മനായകനേ, ഈ മരുവാസം തുടർ
നീടുവാനാമേൻ വീഴാതെ നിൽക്കും. നായകനേ ഈ മരുവാസം തോൻ. അപ്പൊ ശ്രദ്ധിക്കുക, ആരും വീണു പോകരുത്, ആരും പട്ടു പോകരുത്. ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ. ഇവിടെ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. എന്തൊക്കെയാ നോക്കേണ്ടത്? അവിടെ ഈ വീഴാനുള്ള ഒരു 5-6 കൂട്ടം കാര്യമുണ്ട്. അത് എല്ലാം ഒന്നും ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് പല കാര്യമാണ്. ഒന്ന് സമയത്തെ ഭയപ്പെടുന്നു, 2 ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചിലരുടെ മുഖത്തിനൊരു വ്യത്യാസം. അതുകൊണ്ട് എല്ലാം ഒന്നും പറയുന്നില്ല. തന്നെയല്ല, കൃത്യം 1 മണിക്ക് മാസയോഗം നിർത്തണം. എനിക്കും നിങ്ങളെക്കാൾ തിടുക്കമുണ്ട്. 1 മണി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കേൾക്കുമെങ്കിലും ഉള്ളിൽ പ്രാഗം. അയാൾക്ക് ഇത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യമൊന്നും ഉള്ളതല്ല. ഞങ്ങൾക്ക് എവിടെല്ലാം പോകേണ്ടത്. അയാൾക്ക് കാറുണ്ട്, പറഞ്ഞ അയാൾക്ക് കാറെ കയറി പോയാൽ മതി, ഞങ്ങൾക്ക് ബസ് കിട്ടി വേണം പോകാൻ. അതൊക്കെ നിങ്ങൾ അത് ന്യായമായ ചിന്തയാണ്, അത് തെറ്റൊന്നുമല്ല. അപ്പം അതുകൊണ്ട് 1 മണിക്കപ്പുറം പോകത്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ താല്പര്യപ്പെടുന്നില്ല. വീഴാനുള്ള കാരണങ്ങൾ അവിടെ പല കാരണങ്ങളാണ്. അതിലൊന്ന് ദുർമോഹം, 2 ആവശ്യമില്ലാത്ത കളികൾ, സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കളി. അത് തമിഴിൽ കൊടുത്തേക്കുന്ന വിളയാടുന്നെന്നാണ്. തമിഴിൽ അങ്ങനെ വിളയാടുന്നെന്ന. തമിഴ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഇല്ല. തമിഴ് ബൈബിള് ആണ്ട് പുറകിലുണ്ട്. അതാ വായിക്കണേ, ഞാൻ പറയുമ്പോൾ വായിച്ചു തരണം. വിളയാടുന്നെന്നാണ് എഴുതിയേക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം ചെയ്യാം മോനെ, ഒരാളാണ്ട് ഈ കസേര എടുത്ത് ആ ഫ്രണ്ടിലോട്ട് ഇട്ടേ. സഹോദരിമാർ എന്നിട്ട് സഹോദരി ഫ്രണ്ടിലോട്ട് വന്ന് എനിക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. അതിനാ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര സഹോദരിമാരുടെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തമിഴ് ബൈബിളുള്ള സഹോദരി അങ്ങോട്ട് വന്നിരിക്കണമെന്ന്. അയ്യോടി വാ, ഓടി വാ. അയ്യോ എന്തുവാ? വന്നിരുന്നു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വായിപ്പിക്കാം. വന്നിരുന്നു. ഏതാണ്ട് പറഞ്ഞ എന്നാ പറഞ്ഞു? പാസ്റ്റർ വൈഫ് തമിഴ് ബൈബിളാണ്. 2 പേരും വായിച്ചോ, നല്ലതല്ലേ? വേറെ പുസ്തകമല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, വീഴാതിരിക്കാൻ. അത് പാസ്റ്റർ വൈഫാണോ? കസേര കൊടുക്ക്. പാസ്റ്റർ വൈഫാ, കസേര കൊടുക്ക്. കസേരയിലിരിക്കാൻ. അപ്പൊ ശ്രദ്ധിച്ചേ, വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പൊ ഇത് നോക്കിക്കൊള്ളണം. ഇവര് വീഴാനുള്ള കാരണം 1 ദുർമോഹം, 2 സഭയ്ക്കകത്ത് മുഴുവൻ കളി അല്ലെ വിളയാടുക, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. അപ്പൊ ഇത് 5ഉം പറയാൻ ഇന്ന് ഒക്കത്തില്ല. ഒരു 2 കാര്യം കമ്പിവാചകം പോലെ പറയാനാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളണം. വീഴാനുള്ള കാരണം, വീണ ഒത്തിരി പേരുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ നേരമില്ല. ഉൽപ്പത്തി 1 തന്നെ വീണല്ലോ, 3 തന്നെ വീണല്ലോ. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, വീണു. അതിനു മുമ്പ് ദൂതന്മാര് വീണല്ലോ, നമുക്ക് ദൃഷ്ടാന്തമാണ്. ഉൽപ്പത്തി 3 തന്നെ ആ കാവൽ നിർത്തിയ ദൂതന്മാർ അവരും വീണെന്നാ പറയുന്നത്. വേറെ പഠിതാക്കൾ ചെല്ലു പറയുന്ന കക്ഷികളാ ഉൽപ്പത്തി 6 ആയിട്ട് ബന്ധപ്പെടുത്തി. അതൊക്കെ വിവാദ വിഷയം, അതുകൊണ്ട് പോകുന്നില്ല. അവര് വീണു, അവരെ പിടിച്ചു ബന്ധിച്ച് അന്ധകാരത്തിന് ഞങ്ങളിട്ട് ബന്ധിച്ചെന്നും ആ വീണ സ്ഥലം എടുത്ത് മറിച്ചെന്നും അതില് ഒഴുകിക്കൊണ്ടിരുന്ന നദി 2 എണ്ണം അടിയിൽ കൂടി ഇപ്പോൾ ഒഴുകുന്നെന്നും 2 എണ്ണം മേളിൽ കൂടി ഒഴുകുന്നെന്നും ഏതൻ തോട്ടത്തെ കീഴ്മേൽ മറിച്ചെന്നും ഇതൊക്കെ വീണെന്ന ദൃഷ്ടാന്തമാണ്. സ്തോത്രം. കണ്ണിൽ മഷിയെല്ലാം എഴുതി, മുടിയെല്ലാം ചീകി മിനുക്കി അമ്മാമ്മ ബ്യൂട്ടി പാർലറിൽ പോയിച്ച് കിളിവാതിൽ കൂടെ നോക്കി. അറിയാവല്ലോ, 10-70 വയസ്സുള്ള തള്ളയാ. അവർക്ക് ഈ പ്രായത്തിൽ ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ഒരു കാര്യവും ഉള്ളതല്ല.
അവരും കൊച്ചു കളിച്ച് നടക്കുക. കൊച്ചുമക്കൾ 5 എണ്ണം. സഭയിലങ്ങനെ വല്യമ്മച്ചി ഉണ്ടായിരുന്നേടാ, വല്യമ്മച്ചി ഇവിടെ വെച്ചാണ് വിളിക്കുന്നത്. തലയെല്ലാം അമ്മാമ്മ ചീകി മിനുക്കി കണ്ണുമൊക്കെ എഴുതി കവളത്തൊരു മറുകുമൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കുമൊക്കെ ഇട്ട് നെയിൽ പോളിഷ് എല്ലാം അടിച്ച് അമ്മാമ്മ. അന്നേരം ഏക് ചോദിച്ചു, ആരുണ്ടടാന്ന് ചോദിച്ചു. 2 ഷണ്ണന്മാര്. അമ്മാമ്മയുടെ ആഫീസ് പൂട്ടി. അമ്മാമ്മ ചില്ലറക്കാരി അമ്മാമ്മയില്ല, അഭിഷേകത്തിനെതിരെ തന്ത്രം ഉണ്ടാക്കിയ അമ്മാമ്മയാ. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരെ ആമ കരുക്കളൊരുക്കിയ സ്ത്രീയെ തെള്ളി താഴോട്ടങ്ങിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വീണവരുടെ എത്രയോ ചരിത്രങ്ങളാ. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അവൾ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. വീഴാനുള്ള കാരണം, അതിൽ ഒന്നാമത്തെ കാരണം ദുർമോഹം. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും കൂടെ കർക്കശമായിട്ട് പറയാം, ആവശ്യമില്ലാത്ത ദുർമോഹമൊന്നും നമ്മളെ കയറി പിടിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആവശ്യമില്ലാത്ത ഒരു ദുർമോഹവും പാടില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെയും എല്ലാം പിടിച്ചടക്കണം. അതിനെന്നെ പോംവഴി സ്വയശക്തി കൊണ്ടൊക്കത്തില്ല എന്ന് പറഞ്ഞ കായബലം കൊണ്ടൊക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടൊക്കത്തില്ല, സാമുദായിക ബലം കൊണ്ടൊക്കത്തില്ല, നിന്റെ കുടുംബബലം കൊണ്ടൊക്കത്തില്ല. പിന്നെ ഒക്കുന്നത് ആത്മബലത്താലാ. ഈ മാസയോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ ആത്മശക്തി ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ബലത്താലല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലല്ലാതെ ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ ബലപ്പെടണം. യൗവനക്കാരെല്ലാം ആത്മാവിൽ ബലപ്പെടണം. പ്രായമുള്ളവരെല്ലാം ആത്മാവിൽ ബലപ്പെടണം. കൂടപ്പെട്ട ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെടണം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലല്ലാതെ, ആത്മബലത്താലല്ലാതെ ഇതിനെ ജയിച്ചടക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ദൈവസഭയോടും ദൈവമക്കളോടും പറയാ, സഭയ്ക്കകത്തുള്ള സകല എണ്ണവും ആത്മാവിൽ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കണം. ഈ അഭിഷേകം പ്രാപിക്കാത്തവനെ സെക്രട്ടറി ആക്കരുത്, പോടാന്ന് പറയണ. ഇറങ്ങി പുക്കട്ടറി അഭിഷേകം പ്രാപിക്കാൽ ആരാധിക്കത്തുമില്ല. ഇവൻ 2 പേനായും 3 ബുക്കും ആയിട്ട് ഞായറാഴ്ച കിളുന്തോ 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 എന്നും പറഞ്ഞ് കയറി വരും. സഭയിലെ സെക്രട്ടറി ഉണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ചിരിക്കണം. ട്രഷാറ് നീ ഉമ്മാര് തുരുത്തുരുത്തന്നെ എണ്ണരുത്, അഭിഷേകം പ്രാപിച്ചതിനെ കാജെ തൊടാവുള്ളൂ. ചുമ്മാ ഗുണ്ട എല്ലാം കൂടെ വന്ന് ഗുണ്ട അവൻ ആ പാസ്റ്റർക്ക് ശമ്പളം കൊടുക്കുക. പാസ്റ്റർമാർ എല്ലാവരുടെയും കാര്യമല്ല, 1-ാം തീയതി പോയി ഓച്ചാനിച്ചിരിക്കും. പാസ്റ്റർ ഇന്നൊക്കത്തില്ല, പാസ്റ്റർ അടുത്ത ആഴ്ച ഒന്ന് വാ. നിന്റെ പെമ്പിളയുടെ കുടുംബസ്വത്താണോ ഇത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ച പ്രശ്നമാണ് ഇതൊക്കെ. പറയാനും ചോദിക്കാനും എന്നെ ഈ പരുവത്തിന് മേളിൽ നിന്ന് ഇങ്ങനെ നിങ്ങളാരും ചോദിക്കരുത്. ഇമ്മ ഉള്ള കഞ്ഞിക്കകത്ത് പാച ഒന്ന് വിടരുത്. നിങ്ങൾ എൻ്റെ പരുവത്തിന് ഇരുന്ന് വല്ലപ്പോഴും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ പരുവത്തിന് ഞാൻ കൈകാര്യം ചെയ്തു തരാം. സകല എണ്ണവും അഭിഷേകം പ്രാപിക്കണം. കമ്മിറ്റി ഇല്ലാതിരിക്കുന്ന നല്ലത്. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ എതിരല്ല, കമ്മിറ്റിക്കാർ മുഴുവൻ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാത്ത ഒറ്റയൊരുത്തനെ കമ്മിറ്റിക്കരുത്. സ്തോത്രം. തന്നെയല്ല, തിരുമേശ എടുക്കാത്തവന് അഭിപ്രായം പറയരുത്. സഭയ്ക്കകത്ത് തിരുമേശ വരുമ്പോ ഇരിക്കുക, ട്രാഫിക് പോലീസിനെ കൂട്ടും. നീ ആണോ സഭയ്ക്കകത്ത് അഭിഷേകം പറയാന്ന്, അഭിപ്രായം പറയാന്ന്? മാസം കഴിഞ്ഞേ പോകാവൂ, ഭക്ഷണമൊക്കെ ഉണ്ട്, കഴിച്ച് സന്തോഷത്തോടെ. ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം പറയുന്നതുള്ളൂ. നിങ്ങൾ കയറി ഉടനെ കൊമ്പ് കോർക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ചോദിക്കുക, പുള്ളി മനഃപൂർവ്വം അങ്ങേരെ വിളിച്ചതാ കേട്ടോ ഇത്. മനഃപൂർവ്വം ഒന്നുമല്ല. ഞാനിവിടെ അടുത്ത് വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ മാസിക ഉണ്ടെന്ന് സംബന്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നത് അത് ഒരു ഉന്തിൻ്റെ കൂടെ അത് ഒത്തെന്നുള്ളതാ. ദൈവത്തിന് മഹത്വം. സഭയ്ക്ക് തൊഴിലൊരു അഭിഷേകം പ്രാപിക്കണം.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം. നീ അവിടുന്ന് അവനെ ശല്യപ്പെടുത്തി, നീ ഇങ്ങോട്ട് നീങ്ങിരുന്നു. അവൻ മര്യാദയ്ക്ക് ഇരിക്കുക. അവൻ അവിടെ ചെന്ന് അവനെ ഇങ്ങോട്ട് ഇരിക്കാൻ ഇവിടെ ഇങ്ങോട്ട് നീ അവനെ ചെന്ന് ഇങ്ങോട്ടെന്ന്. കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. യൗവനക്കാരെല്ലാം അഭിഷേകത്തിൽ നിറയ്ക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വയശക്തി കൊണ്ടൊന്നും നടക്കത്തില്ല. നിന്റെ കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല. പൊളിറ്റിക്കൽ ബലം കൊണ്ട് നടക്കത്തില്ല. മെമ്പർ എൻ്റെ ആളാ, പ്രസിഡന്റ് എൻ്റെ ആളാ, MLA ആയിട്ട് പരിചയമുണ്ട്, മന്ത്രി ഞങ്ങളുടെ അടുത്ത ആളാ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അതൊക്കെ നല്ലതാ. ഒന്നും നടക്കുകയല്ല. നടക്കണമെങ്കിൽ ദൈവശക്തി ഇറങ്ങണം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇറങ്ങണം. സ്വയശക്തി കൊണ്ടൊന്നും നടക്കത്തില്ല. ദൈവാത്മാവിന്റെ ശക്തിയാൽ, ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ പോരിന്റെ ആയുധ ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങളുടെ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന ഉയർച്ചകളും പിടിച്ചടക്കണം. ദൈവശക്തികൾ നിറയട്ടെ, ദൈവകൃപകൾ നിറയട്ടെ, ആത്മവ്യാപാരത്തിൽ നിറയട്ടെ. ദൈവാത്മാവിന്റെ പോരുകൾ അടിയട്ടെ. സാത്താന്റെ ശക്തികളെ, സാത്താന്റെ കെട്ടുകളെ അടിക്കുന്ന ദൈവശക്തി വെളിപ്പെടട്ടെ. കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവമക്കൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ, ആത്മമണ്ഡലങ്ങൾക്ക് പടുത്തുയർത്തിയ മതിലുകൾ ചാടിക്കിടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. ഓ ജീസസ്. ഇന്ന് പകൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ വെളിപ്പെടട്ടെ. ഈ പകൽ ബന്ധനങ്ങൾ അടിയട്ടെ. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ ദുർമോഹം വീഴാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ദുർമോഹം. ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് കയറിയാൽ നീ വീഴും. നമ്മൾ ഈ പാർക്കുന്ന പ്രപഞ്ചം, ഈ ലോകം കണ്ണിന് കൗതുകം തരുന്ന, ഇമ്പം ഉണ്ടാക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ഒത്തിരി വസ്തുതകളുള്ള ലോകമാണ്. അവിടെ കണ്ണടച്ച് നടക്കാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കാണുന്നു. ഇതൊന്നും നിന്റെ അകത്ത് കയറരുത്. ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ പറയാറുണ്ട്. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. ഇന്നാളെ ഞാൻ എവിടെയോ പ്രസംഗിച്ച് പറഞ്ഞേ, നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യും, പക്ഷെ ഇതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. സ്തോത്രം. ഉദാഹരണത്തിന് പൈസ നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമാണ്, അല്ലാതെ ഒക്കത്തില്ല. പക്ഷെ ഇത് അകത്ത് കയറരുത്. അതിനായിട്ട് കിടന്ന് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ഈ തീവണ്ടി യാത്രയിൽ ഒരാൾ പാടിയതാ. അത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അത് എനിക്കൊന്ന് ഇനി സിനിമാ പാട്ടാണോ നാടക പാട്ടാണോ എന്തോ കേട്ടിട്ടുണ്ട്. ആ വരിയാ ഞാൻ. ഈ തീവണ്ടിക്കകത്ത് ഒരു പയ്യൻ, പെണ്ണാന്ന് തോന്നുന്നു, അത് വന്ന് പാടുക. അപ്പം തീവണ്ടിയിൽ ഇരിക്കുന്നവരുടെ പിച്ച ചോദിക്കുക. അപ്പം ആ തീവണ്ടി, പഴയ തീവണ്ടി കൽക്കരിയിട്ട് കത്തിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി പാടുക, എന്നെ വണ്ടി വണ്ടി തീവണ്ടി. ഞാൻ വരിയെല്ലാം മറന്നുപോയി. ചിലപ്പോൾ ഓൺലൈനിലുള്ളവർക്കോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളെല്ലാം ഒന്നും അറിയാത്തെല്ലാം സ്വർഗത്തിൽ നിന്ന് ഈ മാസികത്തിന് വേണ്ടി ഇങ്ങോട്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. എനിക്ക് സിനിമയാണോ സിനിമാ പാട്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ളതാണ്.
ഏതാ സ്കൂളിൽ പാടുന്നതാണോ? എന്തോ വണ്ടി വണ്ടി ആ ആ സ്കൂളിലാണ് നിങ്ങൾ പാടിക്കുക പിള്ളേരെ? സ്കൂളില്ലേ? എന്നാ പണ്ട് ഒരാൾ പാടിക്കേ. എല്ലാവരും കൂടെ പാടണ്ട, കേൾക്കാൻ മേല. ഒരാള്. ഇപ്പൊ ആരുമില്ലേ? മുമ്പ് എല്ലാവരും സ്കൂളിൽ പോയായിരുന്നല്ലോ, ഇപ്പൊ ആരും പോയില്ലേ? ആട്ടെ. അപ്പൊ അതിനകത്തൊരു വരിയാ, അവൻ വണ്ടി വണ്ടി തീവണ്ടി കൂകിപ്പായും. എന്നിട്ട് അതിലെ ഒരു വരി ഇനാ, ചക്രത്തിന്മേൽ നീയോടുന്നു, ചക്രത്തിനായി ഞാനോടുന്നു. ചക്രത്തിന്മേൽ നീ ഓടുന്നു, ചക്രത്തിനായി. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. പഴയ പ്രയോഗമാ ചക്രം. കാച്ചക്രവും അരച്ചക്രവും മുക്കാച്ചക്രം അപ്പച്ചന്മാർക്കൊക്കെ അറിയാം. വണ്ടി ചക്രത്തിന്മേൽ ഓടുന്നു, വണ്ടിക്കകത്തുള്ള ഞാൻ ചക്രത്തിനായിട്ട് ഓടുന്നു. ചക്രം ആവശ്യമാണ്, പക്ഷേ ഇത് അകത്ത് കയറരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതായിരിക്കണം നമ്മുടെ അകത്ത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല. ടിപിഎംകാരൊരു പാട്ട് പാടും, എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. നല്ല പാട്ടാ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകണം, നിറയണം. അപ്പൊ ഈ കാണുന്നതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. വണ്ടി ഈ നാളുകളിലെ ഈ കാലയളവിൽ വണ്ടി അത്യാവശ്യമാണ്. ദൈവദാസന്മാർക്കെല്ലാം 4 വീലർ കിട്ടട്ടെന്ന് എൻ്റെ പ്രാർത്ഥന. ഈ 2 വീലറെ പാരിയം വെച്ചുകൊണ്ട് നനഞ്ഞ് മഴയത്തും കാറ്റത്തും പൊടിയടിച്ചും, പിന്നിപ്പം മാസ്ക് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാലും ബുദ്ധിമുട്ടാണ്. പിള്ളേരുമായിട്ട് എല്ലാവരും ഒന്നിച്ച് പോകാൻ ഒക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരേ നല്ല വാഹനം, അതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ വരവ് വരെ താമസിക്കാൻ യോഗ്യമായ വീട്, അത് നല്ലതാണ്. പക്ഷെ ഇതൊന്നും അകത്ത് കയറരുത്. അകത്ത് കയറിയാ വീഴും, സൂക്ഷം വീഴും. സ്തോത്രം. എലീശ ചോദിച്ചില്ലേ, എടേ നീ ഓടിപ്പോയപ്പോ എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? നീ ഒലിവുതോട്ടം ലവന്റെ പുറകെ, കുട്ടരോഗിയുടെ പുറകെ, സ്തോത്രം, ഓർക്കുന്നില്ലേ? അതിൻ്റെ പുറകെ ഓടരുത്, നീ ഇരിക്കുന്നിടത്ത് വന്നോളൂ. അകത്ത് കയറ്. ഞാൻ ഉദാഹരണമല്ല, അനുഭവമാണ്, ഒരു ചിന്ത. നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അനേക ഇടങ്ങളിലൊക്കെ പോയി സാക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ഈ വലിയ വലിയ വീടുകളിൽ പോയിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുമൊക്കെ പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു, അത് വീടല്ല, കൊട്ടാരമാണ്. അയ്യോ, എന്തോ പണിയും പ്രതാപവും. അവിടെ കൊണ്ടുചെന്ന് വിശ്രമിക്കാനായിട്ട് 3-4 മുറി കഴിഞ്ഞാൽ എനിക്ക് കിടക്കേണ്ട മുറി കൊണ്ടുപോയത്. ഇതെല്ലാം കണ്ട് ഞാനല്ലേ ശേബാരാജി ശലോമോൻ്റെ കൊട്ടാരത്തിൽ ചെന്നതുപോലെ അന്തം വിട്ട്. അപ്പം ശങ്കാവിഷയം ഉണ്ടെന്ന് വെച്ചു. ഞാനപ്പോൾ ചോദിച്ച്, എവിടെ ബാത്റൂം കൊണ്ട് കാണിച്ച് അമ്പരന്ന് പോയി. അപ്പോൾ കാണിച്ചു പുള്ളി പറഞ്ഞു, എന്നാൽ പാസ് എല്ലാം ബാത്റൂമിൽ പോയിട്ട് ഞാൻ കാപ്പി എടുക്കാം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ബെഡ്റൂമൊക്കെ വേറെയാ, ഒത്തിരി അങ്ങ് മാറിയൊക്കെയാ, വലിയ വീടാ. ഇത് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. ഞാൻ ഇത് എവിടാ ഞെക്കേണ്ടത്, ഇത് എങ്ങനെ, ഇത് എന്താവാന്നറിയാൻ മേലാതെ കിടന്ന് വിഷമിച്ച്. അല്ല, ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയാ, ഈ ക്ലോസറ്റും ഇത് അറിയുന്നത് ഇരിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ഓപ്പണായിട്ട് പറയുക. അത്രയ്ക്ക് വളരെ എനിക്ക് തന്നെ അല്ല, ഇതും ആദ്യമായിട്ട് ഇതൊക്കെ കാണുകയെടുക്കും. ഞാൻ പിന്നെ ഇവിടെ സഹിഷ്ണുത ആവശ്യം എന്ന് തിരുവചനത്തിലുണ്ടല്ലോ, വളരെ സഹിഷ്ണുതയോടിരുന്നു. അദ്ദേഹം പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇത് നമുക്ക് ഒക്കുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾ രസിക്കാൻ പറഞ്ഞതല്ല, അനുഭവം. അപ്പം ബാത്റൂമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം പിന്നെ ബെഡ്റൂമും സിറ്റിംഗ് റൂമും ഒക്കെ നിങ്ങൾ അങ്ങ് ചിന്തിച്ചോ. അങ്ങനെയുള്ള വീടുകളിൽ
പാർത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. അത് അകത്ത് കയറിയാൽ എനിക്ക് പിന്നെ ചിന്ത വരും, ഇത്രയും ഒരെണ്ണം എങ്ങനെയും ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു സായിപ്പിനെ കമത്തി അടിക്കണം. സായിപ്പ് കോട്ടയത്തോ ചിങ്ങവനത്തോ തിരുവനന്തപുരത്തോ വന്നാൽ കോതുകാല് വെച്ച്, കോവളത്താന്നേലും കോതുകാല് വെച്ച് അയാളെ, കാരണം എനിക്ക് ഇങ്ങനെ ഒരെണ്ണം വേണ്ടേ. പിന്നെ നമ്മുടെ പ്രാർത്ഥന, അപ്പാ ഞങ്ങൾ നിന്ദിക്കപ്പെടുവാൻ അനുവദിക്കരുത് ദേശത്ത്. ഞങ്ങള് ചുമ്മാ പട്ടി ഓലിയാനിടുമ്പോൾ നിനക്ക് വാട്ടാ. ഇതൊന്നും നിന്റെ അകത്ത് കയറരുതെന്ന്. അകത്ത് ഈ മോഹം കയറിയാ നീ വീണു പോകും. വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഇനി ഇതിനൊക്കെ പല അഭിപ്രായങ്ങൾ വരും. ദൈവകൃപ കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ഒരു വലിയ വീടൊക്കെ വെക്കാനുള്ള സാധ്യത, ഞാനതിനെതിരുമല്ല വെക്കുന്നവർക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം വീട് വെച്ചോണം അവസരം കിട്ടിയ. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്. സ്ത്രീകളല്ലേ, പെണ്ണുങ്ങൾ വന്നോണ്ടേ അമ്മാമ്മേ വീട് പണിതോ അമ്മാമ്മേ. ഇവക്ക് വന്ന് പ്രാർത്ഥിച്ചു പോയാ പോരെ. ഇവള് കുമ്മാമ്മയോട് ചോദിക്കുന്നത്, ഇവള് കുമ്മാമ്മയോട് ചോദിക്കും. മനോവേദന എടുക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയുക. അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ല, എന്റെ കാര്യമല്ല. ഇങ്ങനെ ഓപ്പണാ, ഒന്നും രഹസ്യ കച്ചവടം ഒന്നുമില്ല. ഉപദേശിമാരും അങ്ങനെ വന്നേച്ച് അവന് പ്രസംഗിക്കാൻ വിളിച്ച പ്രസംഗിച്ചു പോയാ പോരെ. ഇവൻ എനിക്കിട്ട് പണിയേണ്ട കാര്യമുണ്ടോ വീട്? ഞാൻ തമാശയായിട്ട് ചോദിച്ചല്ല. പക്ഷെ ഇതുവരെ വീട് വെച്ചില്ല, അല്ല നീ വെച്ച് തരുമോ? നീ വെച്ച് തരുമോ? ഇല്ല. എന്നാ പിന്നെ നീ നിന്നെ ഏൽപ്പിച്ച കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ പാസ്റ്റർക്ക് ഈ വണ്ടിയോ ഉള്ളോ? ചെല്ലി വന്ന് ചോദിക്കില്ല, പാസ്റ്റർക്ക് ഇത്രയും വർഷമായിട്ട് പിന്നെ 24 വീലിന്റെ ലോറി വേണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനെല്ലാം കിറുക്കാ. വട്ടന്മാർ ഒത്തിരി ഇതിനകത്ത് വന്നിട്ടുണ്ട്. വട്ടൻ, ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും നിന്റെ അകത്ത് കയറരുത്. ഇതകത്ത് കർത്താവിന്റെ വേലക്കാരോട് പറയാ, ഇതകത്ത് കയറിയാ നമ്മൾ വീഴും. അതൊക്കെ വരണ്ട സമയത്ത് തരണ്ടവൻ തക്ക സമയത്ത് ചെയ്തോളും. അതിനായി നീ പരിശ്രമിക്കരുത്. നീ അതിനായിട്ട് വെപ്രാളം കൂട്ടരുത്. അതിനായിട്ട് വെപ്രാളം കൂട്ടിയാൽ ആത്മീക കൃപ ചോർന്നു പോകും, അഭിഷേകം നഷ്ടപ്പെടും, നീ വീണു പോകും, നീ പട്ടുപോകും. വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും ആവലോടോടി നേടുക നീയും ആത്മാക്കളെയും. കാടും മലയും ഇത് ഒലിവതോട്ടം സമ്പാദിപ്പാനും വീട് നിലങ്ങളും വാങ്ങിച്ചു കൂട്ടാനുള്ള സമയമല്ല. ആത്മാക്കളെ നേടിക്കോണം. 2 മിനിറ്റ് കിട്ടിയാൽ സുവിശേഷം അറിയിച്ചോണം. സമയം കിട്ടിയാൽ ലഘുലേഖ കൊടുത്തോണം. ഒരു വ്യക്തിയോട് യേശുവിനെ പറ്റി പറയണം. ഒരു വ്യക്തിയെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മാസികം കൂടുന്നത്. ഈ മാസികം കഴിയുമ്പോൾ തീരുമാനമെടുത്ത് പോകുന്നത്, ഈ വർഷം ഞാൻ 2 ആത്മാക്കളെ നേടും. ഇന്ന് ഞാനൊരാളോട് സുവിശേഷം പറയും, ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കും, എൻ്റെ യേശുവിനെ ഉയർത്തും. നീ വിശ്വസ്തയോടെ നിനക്കൊരു ദോഷവും വരികയില്ല. ഇത് അതിനായിട്ട് കിടന്നങ്ങ് പരാക്രമം എടുക്കുക, മോഹം. അപ്പുറത്തുകാർ വീട് വെച്ചു ഉടനെ ഇപ്പോഴായിരുന്നു അപ്പാ ദൈവമേ. അത് കാണുമ്പോ അങ്ങ് ദൈവമേ. അവസാനം പറയൊരു കാര്യം, ജെല്ലാം അടക്കി കാണുമ്പോ അവര് വെക്കട്ടെ. ചില സ്ത്രീകൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണാന്നും പറഞ്ഞ്, അയ്യോ
എല്ലാവരുടെയും കാര്യമല്ല. ഭർത്താവിനോട് എന്നാ പറ്റി? ഓ ഇനി എന്നാ പറ്റാനാ, എനിക്ക് എത്രയോ നല്ല കല്യാണം. അന്ന് എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു, എടി നീ ഇതിന് വാക്ക് കൊടുക്കരുതെന്ന്. ഞാൻ അതെല്ലാം അവഗണിച്ചോണ്ടാ. എന്നാ നിങ്ങൾക്കൊരു അരുതാഴിയ പോലെ. സ്തോത്രം. ഞാൻ സുവിശേഷ വേലക്കാരുടെ സഹധർമ്മിണിമാരോട് പറയാം, നിങ്ങളിവരെ മനോവേദനപ്പെടുത്തരുത്. അഥവാ അവർ വീടില്ലെന്നോ വണ്ടിയില്ലെന്നോ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യപ്പെടുത്തിക്കോണം. അച്ഛാ സുവിശേഷ വേല ചെയ്യുക, തക്ക സമയത്ത് ദൈവം ചെയ്തോളും. അല്ലാതെ കൂടിൻ്റെ കുടുംബിയെ എടുത്ത് കെട്ടിക്കൊണ്ട് പിണങ്ങി വീട്ടിൽ പോവുകയല്ല. നിങ്ങൾ വീട് വെക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട്, നീ കുടുംബിക്ക് പിടിച്ച് പോകുന്നവള, അവിടെ നാത്തൂനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവള് നാഗസാക്കി വീണതിനേക്കാളും വലിയ ബോംബാ.